എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവ കിച്ചടിയാണ്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പവും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കിച്ചടി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള റവ വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇപ്പോൾ റവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി. അതിലേക്ക് ഞാനൊരൽപ്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം കടലപ്പരിപ്പ്, അതേപോലെ തന്നെ ഒരൽപ്പം ഉഴുന്നും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരൽപ്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 3-4 ബീൻസ് അരിഞ്ഞത്, അതേപോലെ തന്നെ 1 ക്യാരറ്റ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചേർത്ത വെജിറ്റബിൾസ് ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണം. നമ്മൾ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല സ്വാദിഷ്ടവും അതേപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള റവ കിച്ചടി തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം കാണാം.